ജയദ്രഥനെ വധിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. കൗരവപക്ഷത്തുള്ള യോദ്ധാക്കളെല്ലാം വീറോടെ പൊരുതുന്നു. പാണ്ഡവപ്പടയുടെ ഒപ്പം ഘടോൽക്കജൻ കൂടി പ്രത്യക്ഷപ്പെട്ടതോടെയുണ്ടായ യുദ്ധത്തിൻ്റെ ഭീകരത വർണ്ണിക്കുക അസാധ്യം. ദ്രോണരും ദൃഷ്ടദ്യുമ്നനും ഏറ്റുമുട്ടുന്നു. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ തേര് ദ്രോണരുടെ അരികിലെത്തിച്ചു. ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ വാളും പരിചയം മുറിച്ചു. പിന്നീട് സാത്യകിയും ദ്രോണരും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ അരങ്ങേറിയത്. രണ്ടുപേരും തുല്യനിലയിൽ പോരാടുന്നു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ദ്രോണരുടെ ദിവ്യാസ്ത്രങ്ങൾ പലതും സാത്യകി മുറിച്ചു. ദിവ്യാസ്ത്രങ്ങളിലൊക്കെ ഏറെ പ്രാവീണ്യം സാത്യകിക്കുണ്ടെന്ന് ദ്രോണാചാര്യർക്ക് മനസ്സിലാകുന്നു. അപ്പോഴേക്കും ദുര്യോധനനും മറ്റും ദ്രോണരുടെ സഹായത്തിനായി എത്തിച്ചേർന്നു. പാണ്ഡവന്മാർ പലരും സാത്യകിയുടെ സഹായത്തിനും എത്തി. അങ്ങനെ അവിടെ അതിഭീകരമായ യുദ്ധം നടക്കുകയാണ്. സൂര്യൻ അസ്തമയം ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അസ്തമയത്തിനു മുൻപ് ജയദ്രഥനെ വധിക്കണം. അർജുനൻ തൻ്റെ യുദ്ധസാമർഥ്യമെല്ലാം പ്രകടമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഇനി സമയം ഒട്ടുമില്ല.